ഹലോ എവരിവൺ. അപ്പോൾ നാളത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ബ്രേക്ക്ഔട്ട് മൂവ്മെൻറ്റിന് ചാൻസുള്ള ഷെയർസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു അനാലിസിസ് വീഡിയോ ആണിത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജസ്റ്റ് പരിചയപ്പെടുത്തുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഇതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റ് അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ നിഫ്റ്റി ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിഫ്റ്റി കണ്ടിന്യൂസ് ഒരു അപ് ട്രെൻഡ് മൂവ്മെൻ്റ് ആയിരുന്നു ഇന്നത്തെ ദിവസം. ഓക്കെ, അപ്പോൾ നാളെ നിഫ്റ്റിയുടെ ചാൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു റെസിസ്റ്റൻസ് ഒക്കെ റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം മിക്കവാറും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കാം. ചിലപ്പം ഈ ഒരു റെസിസ്റ്റൻസ് ചിലപ്പോൾ റെസ്പെക്റ്റ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ താഴത്തേക്ക് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വരുന്നൊരു റെസിസ്റ്റൻസ് ലൈൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ എന്താണെന്ന് നോക്കിയിട്ട് സ്വന്തമായിട്ട് അനാലിസ് ചെയ്തതിന് ശേഷം മാത്രം ഇൻഡെക്സിൽ ട്രേഡും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഷെയർസിനെ പറ്റിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ഷെയർ ഗെയിലാണ്, ഗെയിൽ ഇന്ത്യ. ഓക്കെ, നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് സോണ്. നോക്കിയാൽ കാണാൻ പറ്റും പലതവണ അത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിൽ ഇതിൻ്റെ മേലേക്ക് ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. 1% ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിലും പിന്നീടുള്ള മൂവ്മെൻറ്റ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിലും കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇന്നലെ ഒരു 4 ഷെയർസിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് നമുക്ക് ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ നോക്കാം. ഫസ്റ്റ് വരുന്നത് ഗെയിൽ ഇന്ത്യ ആണ്. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് വരുന്നത് ഗോദ്രേജ് ആണ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്. ഓക്കെ, അതിൻ്റെയും ഒരു റെസിസ്റ്റൻസ് സോൺ നമുക്കിവിടെ കാണാൻ പറ്റും, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിൽ ഇതിൻ്റെ മേലേക്ക് ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 1% ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിലും പിന്നീടുള്ള മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിലും കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 1:1 എന്നുള്ള രീതിയിൽ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് LT ആണ്, ലാർസൻ ടർബോ. അതിൻ്റെയും ഒരു റെസിസ്റ്റൻസ് സോൺ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിൽ ഇതിൻ്റെ മേലേക്ക് ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന അവസാനത്തെ വരുന്ന ഷെയർ ഹീറോ മോട്ടോകോപ്പ് ആണ്. ഇതിൻ്റെയും ഒരു റെസിസ്റ്റൻസ് സോൺ നമുക്കവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിൽ ഇതിലും ഒരു ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും ഒരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസ് നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം ട്രേഡും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. സ്വന്തമായിട്ട് അനാലിസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഇപ്പോൾ നമ്മൾ ഇന്നലെ ഒരു 4 ഷെയർസിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്രോനെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പെട്രോനെറ്റ് ആ റെസിസ്റ്റൻസിൻ്റെ മേലെ നല്ലൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. %ൻ്റെ മേലേക്ക് നമുക്ക് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ട്രേഡ് എടുത്തിട്ടുണ്ടോ എന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ബ്രേക്ക്ഔട്ടിന് ശേഷം ഓൾമോസ്റ്റ് 2%ൻ്റെ മേലെ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ സൺ TV പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സൺ TV നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സോൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടി. അതും 1%ൻ്റെ മേലെ നമുക്ക് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏഷ്യർ മോട്ടോർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏഷ്യർ മോട്ടോറിൻ്റെ ഒരു സപ്പോർട്ട് സോൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ
ഏഷ്യർ മോട്ടർ രാവിലെ അത് ആ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്തു, പക്ഷേ നല്ലൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കിതിൽ എൻട്രി ഇല്ല, ഇത് ട്രിഗർ ആയിട്ടില്ല, ഇതിൽ എൻട്രി ഇല്ല. പിന്നെ നമ്മൾ മാരുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാരുതിയിലും നമുക്കൊരു എൻട്രി കിട്ടിയിട്ടില്ല. നമ്മൾ ഡിസ്കസ് ചെയ്ത് 4 ഷെയർസിൽ ഡിസ്കസ് ചെയ്തു, അതിൽ 2 ഷെയർ ബ്രേക്ക് ഔട്ട് കിട്ടി, ടാർഗറ്റും കിട്ടിയിട്ടുണ്ട്. 2 ഷെയർ നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളിതിൽ എൻട്രി എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഫണ്ടമെൻ്റൽ അനാലിസിസ് റിലേറ്റഡ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും പറയാം. ഓക്കെ.